നമ്മളൊരു കാട്ടിൽ പോകുമ്പോ എങ്ങനെ പോകണം അതുപോലെ പോണം. ഇതുപോലെ 2 എൻട്രൻസ് ഉണ്ടല്ലേ? അതെ തന്നെ. ഇവിടെ വീട്ടുപേരൊക്കെ എഴുതിയിട്ടുണ്ട്. 25 വർഷത്തെ ഒരു മനുഷ്യന്റെ അധ്വാനമാണ് ഇതിന്റെ ഉള്ളിൽ. നമുക്കൊന്ന് കാണാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. സന്തോഷേട്ടാ നമസ്കാരം. നമസ്കാരം. ഇത് സന്തോഷേട്ടാ, സന്തോഷിന്റെ വീട് കാണാനായിട്ട് വന്നതാണ്. പക്ഷെ ഇത് വീടാണോ അതോ കാടാണോ? ശരിക്കും വീട് ഇപ്പൊ കാണാൻ പറ്റത്തില്ല കേട്ടോ. വീട് എവിടെയാണ്? വീട് അതിനകത്ത് തന്നെ ഉണ്ട്. ഇതിന്റെ അകത്ത് വീടുണ്ട്, വീട്ടിലെ മുറികളും എല്ലാം നമുക്ക് കാണാം. പിന്നെ എന്തൊക്കെ ടൈപ്പ് ചെടിയാണ് ഇതിപ്പോ? ശരിക്കും ഒരു 1600ഓളം ഔഷധ ചെടിയുണ്ട് ഇവിടെ. എന്ന് വെച്ചാൽ മേളില് തോട്ടമൊക്കെ ഉണ്ട്. ഇപ്പൊ മഴയാണ്, എന്നാൽ പോലും ചൂടുള്ള സമയത്ത് വന്നാൽ പോലും ഇവിടെ മഴ കഴിഞ്ഞാല് ഇപ്പൊ മഴ കഴിയുമല്ലോ, മഴ കഴിഞ്ഞൊരു 15-20 മിനിറ്റ് ഈ മരം തന്നെ പെയ്യും, വെള്ളം വീണോണ്ടിരിക്കും. അത് ഭയങ്കര രസം കേട്ടോ. പിന്നെ ഇവിടെ ഒരു ബുദ്ധനൊക്കെ ഇരിപ്പുണ്ടല്ലോ. ഇത് നമ്മൾ ചെയ്യുന്നേ പറഞ്ഞേ. ഇതിപ്പോ നമ്മള് ബുദ്ധനായാലും ഗാന്ധി ആയാലും അങ്ങനെ 10,000-2000-ഓളം ശില്പങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ബുദ്ധന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇത് ചിരിച്ചോണ്ടിരിക്കുകയാണ്. അതാണ്, ചിരിക്കുന്ന മുഖമുണ്ട്, നല്ല രസം. ശില്പങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബാക്കിലെ റിലീഫ് വർക്ക് ശ്രീകൃഷ്ണൻ രാധാദേവി അവിടെ ഉണ്ട്. റിലീഫ് വർക്ക്. ഇവിടെ ഒരു കിണറുണ്ട് കേട്ടോ, മൊത്തം വെറൈറ്റി ആണ്. റൂം കാണാം, സിറ്റ് ഔട്ട് കാണാം, എല്ലാം വെറൈറ്റി ആണ്. ഇത് ഒരു കുറെ വർഷം മുമ്പ് ചെയ്തൊരു പ്ലാവാ എന്ന് പറഞ്ഞാൽ കിണർ തന്നെ പ്ലാവായിട്ട് ചെയ്താ ഒത്തിരി വർഷമായി. കിണറുണ്ട് കേട്ടോ. ഇതേലത്തെ ഒരു 10-27ഓളം മോഡൽ കിണർ നമ്മൾ ചെയ്യുന്നുണ്ട്. ഫുൾ മരങ്ങളാണ്. ഇതേ നല്ല രസമാണ്. മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഭയങ്കര ഭംഗിയാ. പിന്നെ പ്രജന ഇത് കണ്ടോ പ്രജന, ഇതാണ് ശിംശിബ വൃക്ഷം കേട്ടോ. ഇതിനകത്ത് നല്ല വൃത്തി പൂവൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു, ശിംശിബ വൃക്ഷം. പിന്നെ എരപിടിയൻ. പിന്നെ ഇത് കണ്ടല്ലോ, ഈ വള്ളി ഏറ്റവും കൂടുതലായിട്ട് വന്നേക്കുന്നത് സമുദ്രപ്പച്ച എന്ന് പറഞ്ഞ സാധനമാണ്. അത് ഈ വെരിക്കോസിനൊക്കെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. സന്തോഷേന്റെ അമ്മയെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന കിളികൾക്കെല്ലാം തീറ്റ കൊടുക്കണതൊക്കെ നമുക്ക് കാണാൻ പറ്റും. കിളിക്കൊക്കെ കൊടുക്കുന്നുണ്ട്. രാവിലെ അവര് അപ്പുറത്തും ഇപ്പുറത്തും 2 ശില്പമുണ്ട്. ഇതൊക്കെ 14 വർഷം മുമ്പ് ചെയ്തതാ. നമുക്ക് അകത്ത് കയറാം. ഇത് മൊത്തം ഇത് ഡോറല്ലേ? ഇത് ഡോറാണ്. ഇത് കുറെ വർഷമായി ചെയ്തിട്ടേ. ഇപ്പം പഴയ ആ ഒരു ശൈലിയിൽ തന്നെ ചെയ്തതായി. നല്ല അന്ന് പെയിന്റ് അടിച്ചതാ, പിന്നെ ഒന്നും പെയിന്റ് അടിച്ചിട്ടില്ല. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ പൂജാമുറി എവിടെയാണ്? പൂജാമുറി അതാണ്. ശില്പമൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നാല് അത്യാവശ്യം നമുക്കിപ്പോ ഇവിടെ നിൽക്കാനോ സ്ഥലമില്ല. ഇങ്ങോട്ട് കയറി കഴിഞ്ഞത് ഇതാണ് വീടിന്റെ അവസ്ഥ. ഇതൊന്നും അല്ല കേട്ടോ, ഇനി ഒരുപാട് കാഴ്ചകളുണ്ട്. ഈ വിളക്കിനൊക്കെ ഒരുപാട് പ്രത്യേകത ഉണ്ട്. എല്ലാത്തിനും ക്യാമറ തന്നെ ഒരു 10-250ഓളം ക്യാമറ തന്നെ ഉണ്ട്, പഴയത്. അതെല്ലാം അകത്തുണ്ട് കേട്ടോ. അതൊക്കെ കാണാം. ഇതാണ് വീടിന്റെ ഫസ്റ്റ് അല്ലേ കയറി വരുന്ന സ്ഥലം. പിന്നെ കുറച്ച് അവാർഡുകളൊക്കെ ഇങ്ങനെ ഇതായിട്ട് 450ഓളം അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഗിന്നസ് അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഫോട്ടോയൊക്കെയാണ്. ഇനി നമുക്ക് റൂമിന്റെ ഉള്ളിലോട്ട് പോകാം. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊരു ഹോം ടൂർ എന്ന് പറഞ്ഞ അറേഞ്ച്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല. വന്ന വഴി അങ്ങ് കയറിയതാണ്. കാരണം അവിടെ ഇവിടെ ഒക്കെ ഇട്ടല്ലേ. ഇതാണ് ഹാളല്ലേ? ഹാള്. ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. ഇത് വെള്ളച്ചാട്ടം ഇവിടെ വന്ന് വർക്ക് ചെയ്യൂലേ? പിന്നെ ഓ അടിപൊളി. അതേ വെള്ളം വന്നു കേട്ടോ. അപ്പൊ ഇതിനകത്തൊരു നല്ല കൂളിംഗ് ഉണ്ട്. നല്ല കൂളിംഗ് ഉണ്ട്. വീടിനകത്ത് വെള്ളച്ചാട്ടം. ഇതിപ്പോ നമ്മളെല്ലാ വീടുകളിലും ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഗ്രാമഫോൺ ഉണ്ട്. അത് ഒറിജിനൽ ഗ്രാമഫോൺ. ഇത് ആറന്മുള കണ്ണാടി വലുത് പോണേ. ഇതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാ. ഈ ടേബിളിനൊക്കെ ഒരുപാട് പ്രത്യേകത. ഇത് നമ്മുടെ പിന്നെ മറ്റേ ഏടാകൂടം പോലത്തെ ടേബിളാണ്. പിന്നെ ക്യാമറകൾ 280 ക്യാമറയുണ്ട്. അത് ലോകത്തിലെ ഏറ്റവും ചെറിയ ക്യാമറ തൊട്ട് എല്ലാ ടൈപ്പ് ക്യാമറയുണ്ട്. പിന്നെ പ്രതിനെ ക്യാമറ കണ്ടുപിടിച്ച ആരാന്ന് വെച്ചാ അത് വന്ന് കണ്ടു കേട്ടോ. അതിന്റെ കഥയാണ് വന്ന് കണ്ടു. അപ്പൊ അതെല്ലാം ഉണ്ട് ഇതിനകത്ത്. വന്നു കഴിഞ്ഞാൽ ഈ ക്യാമറ എല്ലാം നിങ്ങൾക്ക് അടുത്തുനിന്ന് കാണാൻ പറ്റും. അത് മാത്രമല്ല നമുക്ക് PSCയുടെ ഒരു 1000-600ഓളം ചോദ്യമുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് രണ്ടുമാണ് മുറി. ആ മുറിയിലോട്ട് കയറണ ഇതൊക്കെ നോക്കി മൊത്തം മറ്റേ ടെക്സ്റ്റ് വർക്ക് അല്ലേ, മറ്റേ പിന്നെ തടി പോലെ ചെയ്തിരിക്കുന്നത്. ഈ ഫോട്ടോ അടിപൊളി. ഇതെല്ലാം നമ്മൾ വരയ്ക്കുന്നതാ. നമ്മുടെ എല്ലാ ടൈപ്പ് സാധനങ്ങളും നമ്മൾ വരയ്ക്കുന്നുണ്ട്. ഇതൊരു 10-12 വർഷം മുമ്പ് വരച്ചതാ. അടിപൊളി പടം ചിത്രനാളിന്റെ. പിന്നെ പ്രജന ഇങ്ങോട്ട് വന്നാലേ ഇവിടെ ഒരു റൂമുണ്ട്. ഈ റൂമിനകത്തും ഇതുപോലെ തന്നെ അത്യാവശ്യം ക്യാമറ വെച്ചിട്ടുണ്ട്. ക്യാമറയുടെ എല്ലാ പ്രോഡക്റ്റുകളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ എല്ലാ പ്രോഡക്റ്റുകളും ഉണ്ട്. ഇതാണ് ക്യാമറ. എല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ. എല്ലാ ടൈപ്പ് ക്യാമറ ഉണ്ട്. ഇവിടെ വന്നാൽ ഇതൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കാണാം. പിന്നെ അതുപോലെ തന്നെ മറ്റേ ഒറ്റക്കല്ലിൽ തീർത്ത നാസരമുണ്ട്, ശംഖുണ്ട്. ഒത്തിരി സ്ഥലം അവിടെ ഒറ്റക്കല്ലിൽ തീർത്ത ശംഖ്, എല്ലാം ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം കാണാം. പിന്നെ പിക്ചറുകളെല്ലാം നമ്മൾ ചെയ്യുന്നതാ. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് നല്ല പടമാണ്. 3D കൈ എന്ന് വെച്ചാൽ ഇവിടെ കൈ വെച്ചാൽ ഇങ്ങോട്ട് കൈ വെച്ചാൽ ഒരു 3D വ്യൂ ഉണ്ട്. 3D വ്യൂവിൽ കാണാൻ പറ്റും. അങ്ങനെ കാണാം. ഇനി അടുക്കളയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് സംഭവങ്ങളല്ലേ. ഇവിടെ കുറെ ആയുധങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബെഡ്റൂമും അടുക്കള ഒഴിച്ച് ബാക്കി മൊത്തം മ്യൂസിയമാണ്. എല്ലാരും കയറി ഇറങ്ങിയാ പോകുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾക്ക് കണ്ടുകൊണ്ട് പോകാം. പിന്നെ പ്രജന ഒരു പ്രത്യേകത എന്നറിയോ, ഒരു പൈസ നമ്മൾ വാങ്ങിക്കത്തില്ല. എന്ന് വെച്ചാൽ ഇവിടെ വരുന്നതിന് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ക്യാമറ എടുക്കാനായാലും വീഡിയോ എടുക്കാനായാലും ഒന്നിനും ഒരു പൈസ ഇല്ല, ഫ്രീ ആണ്. ഓക്കെ. ഇനി പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത്രയും വർഷത്തെ സന്തോഷിക്കേണ്ട ഒരു അധ്വാനമാണ് ശിലാ മ്യൂസിയം. അത് മുകളില് വലിയൊരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങോട്ട് പോകാനുള്ള വഴിയാണ് ഇത്. ഈ മരങ്ങളുടെ ഇടയിൽ കൂടിയൊക്കെ പോകാനായിട്ട് ഇങ്ങനെ. ശരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നല്ലേ പ്രജനെ,
നമ്മളൊരു കാട്ടിൽ പോകുമ്പോ എങ്ങനെ പോകണം അതുപോലെ പോണം. മേലോട്ട് കയറി പോയ ഔഷധ ചെടിയൊക്കെയാണ്, ഫുൾ കാടാ. അതെ അതെ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പന്തലിച്ച് നിൽക്കുന്ന മൊത്തം ഔഷധ ചെടികളാ കേട്ടോ. ഇങ്ങനെ ഒന്ന് പോയി കാണിച്ചു തന്നെ, ഒന്ന് കുമ്പിട്ട് വേണം പോകാൻ. അതെ അതെ. കാര്യം ഇതൊന്നും വെട്ടാതെ വെച്ചേക്കുവാണേ. അതെ തന്നെ. ഇത് ഇങ്ങനെ കഷ്ടപ്പെടണം എങ്കിലേ രസമുള്ളൂ. കാട്ടിൽ പോകുന്ന എങ്ങനെയാണ് നമുക്കിപ്പോ മെയിൻ ആയിട്ട് എന്താ പറഞ്ഞേ, ഇപ്പം ഗവൺമെന്റിന്റെ കാട്ടിൽ പോയി നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല പെർമിഷൻ ഇല്ലാതെ. അപ്പൊ അവർക്ക് ഇവിടെ വന്ന് എടുക്കാം, ധൈര്യമായിട്ട് ഇവിടെ വരാം. പുതിയ തലമുറ കാടെന്ന് പറഞ്ഞാൽ അവിടെയാണ് ഔഷധ ചെടിയാണ് മൊത്തം. ഒരു 1600 ഔഷധ ചെടിയുണ്ട്. നമുക്കപ്പം മ്യൂസിയം ഒന്ന് കാണാം. 25 വർഷത്തെ ഒരു മനുഷ്യന്റെ അധ്വാനാണ് ഇതിന്റെ ഉള്ളിൽ, നമുക്കൊന്ന് കാണാം. അതിന് മുമ്പായിട്ട് ഇവിടെ എല്ലാം ഫ്രീ ആണ്, എന്ന് വെച്ചാൽ 000, ഒന്നിനും ഫീസ് ഇല്ല. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് എപ്പോ വേണമെങ്കിലും, എപ്പോഴല്ല സമയമുണ്ട്, എത്ര സമയം വേണമെങ്കിലും നിങ്ങൾക്ക് രാവിലെ ഒരു 8 മണി തൊട്ട് വൈകിട്ട് 6:30 വരെ ഇവർക്ക് ഏത് സമയം ഇവിടെ എഴുതാൻ പഠിക്കാൻ ചെയ്യാം, കാണാൻ പറ്റും, പഠിക്കാം. അപ്പൊ അത് തുറക്കാം. ഇതാണ് ആ ഒരു ശിലാ മ്യൂസിയം. ഇങ്ങോട്ട് നോക്കിയേ. ഇത് പ്രതിനെ തുടക്കം തന്നെ നമുക്ക് ഈ ഒരു 10-250 വിളക്കുകൾ തന്നെ ഉണ്ട്. നമ്മളിതൊന്ന് ഓടിച്ച് കാണിക്കുകയാണ്, ഇവിടെ വന്ന എല്ലാം കാണാം. അതെ, വിളക്കിന്റെ ഒക്കെ ശേഖരം എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തു നിന്നായിട്ട് കളക്ട് ചെയ്ത വിളക്കുകളാണ്. ആ സൈഡ് ഒരു മണ്ണെണ്ണ ഫ്രിഡ്ജാണ്. ഇതൊക്കെ മണ്ണെണ്ണ ഫ്രിഡ്ജാണ്. അന്നത്തെ കാലത്ത് ഏത് കമ്പനിയാണ്, എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്, എല്ലാം ഉണ്ട്. പുരാവസ്തു. പിന്നെ ഓരോന്ന് ചുമ്മാ നമുക്കൊന്ന് പറയാം. എങ്ങനെയാന്ന് പറഞ്ഞാൽ ഈ സൈഡ് മൊത്തം PSC യുടെ ചോദ്യങ്ങളാണ് വെച്ചേക്കുന്ന എല്ലാം അങ്ങോട്ട്. ഇനിയിപ്പോ അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞേ, അവിടുന്ന് ഫോണിന്റെ ആദ്യത്തെ ഫോൺ കണ്ടുപിടിച്ച ആരാണ്, ഫോണുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇനി ഈ സൈഡ് ആണെങ്കിൽ ആയുധങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ജിതേഷ് ജി PSC യിൽ അദ്ദേഹത്തിന്റെ ചോദ്യം വന്നതാണ്. അദ്ദേഹം പല പ്രാവശ്യം ഇവിടെ ഒന്ന് പഠിക്കാറുണ്ട് ഓരോ കാര്യങ്ങളെ. അപ്പൊ അതുപോലെ തന്നെ ഈ സൈഡെല്ലാം നമ്മുടെ നാണയങ്ങൾ എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല പ്രതിനെ, ലോകത്തിലെ ഏറ്റവും വലിയ നാണയം, ചെറിയ നാണയം, ഏറ്റവും വലിയ ഗ്ലാസിന്റെ പഴയ കാലത്തെ ഓട്. പിന്നെ ആയുധങ്ങള്, ട്രൈബൽസിന്റെ ആയുധങ്ങള്, അത് കുറെ വെറൈറ്റി ഉണ്ട് അങ്ങനെ വലുതായിട്ട് ബന്ധപ്പെട്ടത്. പിന്നെ നമുക്ക് ഫോസിലുകളുടെ വലിയൊരു കളക്ഷൻ ഉണ്ട്, ഫോസിലിന്റെ വലിയൊരു കളക്ഷൻ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്ന പറഞ്ഞാൽ ഇതിപ്പം ഇവിടെ സ്റ്റാമ്പുകള്, ലോകത്തെ ആദ്യത്തെ സ്റ്റാമ്പ് തൊട്ടപ്പോ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു സാധനമുണ്ട്. 1, 2, 3, 4, 5 ലെയർ ആയിട്ട് വെച്ചിട്ടാണ് ഇത് നിരത്തി വെച്ച് കഴിഞ്ഞാൽ 1,00,000 സ്ക്വയർ ഫീറ്റ് നിൽക്കും. പിന്നെ അളവ് പാത്രങ്ങളെ എല്ലാ ടൈപ്പും ഉണ്ട്, എല്ലാ ടൈപ്പും അളവ് പാത്രം ഉണ്ട്. ഇത് വിശദീകരിച്ച് വീഡിയോ ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു എത്ര വീഡിയോ ചെയ്താൽ കുറെ ദിവസം നിന്ന് ചെയ്യേണ്ടി വരും. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ അല്ലേ, അങ്ങനെ തന്നെയാണ്. ഇത് നമ്മുടെ ഓണവില്ല് തൊട്ട് ഏകദേശം ഇപ്പൊ തന്നെ പ്രതിനാടിതുണ്ടോ, ലോകത്തിലെ ഏറ്റവും വലിയ നോട്ട്, ചെറിയ നോട്ട്, അങ്ങനെ പഠിക്കുന്നവർക്ക് പഠിക്കാം. പല രാജ്യങ്ങളുടെ സംഭവങ്ങൾ, പിന്നെ ഫാൻസി നമ്പറുള്ള നോട്ടുകൾ, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് നോട്ടുകളുണ്ട്, 5 ലക്ഷം അങ്ങനെയൊക്കെ ആ ഒരു നമ്പർ കണ്ട നോട്ടിലുള്ള ഫാൻസി 1 ലക്ഷം തൊട്ട് 9 ലക്ഷം വരെ ഉണ്ട് അങ്ങനെ. പിന്നെ ഇതെല്ലാം ഓരോന്ന് ഇപ്പൊ തന്നെ കാളവണ്ടി ലൈസൻസ്, അതുപോലെ തന്നെ പല ടൈപ്പ് കുപ്പികളുണ്ട്, ചില്ലിന്റെ ഇതെല്ലാം ഊതി വീർപ്പിച്ച കുപ്പികളാ, അതിങ്ങനെ പല ടൈപ്പായിട്ടുണ്ട് ഇതിനകത്തെല്ലാം. കുപ്പിക്കൊക്കെ പല ഷേപ്പും ഉണ്ട്. മറ്റേ ഈഗിളിന്റെ ഇത് മറ്റേ പിന്നെ കത്തിയുടെ കൂട്ടുള്ള കുപ്പിയുടെ പോലത്തെ കുപ്പി, ഇങ്ങനെ പല ടൈപ്പ് കുപ്പികളാണ്. അത് തന്നെ കുപ്പിയുടെ വലിയൊരു കളക്ഷൻ ഉണ്ട്. പിന്നെ ലോകത്തിലെ തന്നെ ആദ്യത്തെ നോട്ടിൽപ്പെട്ട ഒരു നോട്ടാണ് ഇത്, വളരെ റയറാ. 1791 ആ കാലത്ത് ഫ്രാൻസ് ഇറക്കിയ നോട്ടാ അത്. ഇങ്ങനെയുള്ള പല ടൈപ്പായിട്ടുള്ള നോട്ടുകൾ തന്നെ ഉണ്ട്. പിന്നെ അങ്ങോട്ട് കത്തി കടാര പല ടൈപ്പ്. ലോകത്തിലെ ഏറ്റവും ചെറിയ പിന്നെ മൊബൈൽ ഫോൺ തൊട്ട് ചെറിയ ഫോൺ കേട്ടോ, ഏത് കമ്പനി ഇറക്കിയെന്നൊക്കെ ഉണ്ട് അല്ലേ, അതിന്റെ ഡീറ്റെയിൽ എല്ലാം ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് 1000 രൂപയുടെ ഇന്ത്യ ഇറക്കിയ നോട്ട് തൊട്ട് ലോകത്തിലെ ആദ്യത്തെ കൈകൊണ്ട് വരച്ച നോട്ട് തൊട്ട് അതൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ വിശദീകരിക്കാൻ നിന്നാൽ തന്നെ ഭയങ്കരമാണ്. ഇപ്പൊ പറങ്കിപ്പൂട്ട് നിങ്ങൾ ഇങ്ങ് വരിക, പറങ്കിപ്പൂട്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങ് വരിക, ഒരു ദിവസം ഫുള്ളായിട്ട് നിൽക്കുക, രാവിലെ തൊട്ട് വൈകിട്ട് വരെ. ഇപ്പൊ ചെടിയെ ഇഷ്ടപ്പെടുന്നവർക്ക് കേട്ടോ പറഞ്ഞേ, ചെടിയെ ഇഷ്ടപ്പെടുന്നവർക്ക് ചെടി, അതല്ല പുരാവസ്തുവിനെ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ, പത്രങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് അത് നമുക്ക് കാണാം, അത് കാണാം. എല്ലാം ഒന്ന് ഓടിച്ചു കാണിക്കുവാണ്. ഇനി അടുത്ത സെക്ഷൻ ആണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പ്രതിനെ നമുക്ക് ഈ പത്രങ്ങൾ എന്ന് പറഞ്ഞാല് ശരിക്കും പുസ്തകങ്ങള് ഇപ്പൊ പലരും എഴുതുമ്പോഴേ നമുക്ക് പൊടിയും തൊങ്ങലും ഒക്കെ ചേർത്ത് എഴുതും. പക്ഷെ പത്രങ്ങൾ അങ്ങനല്ല. അന്നത്തെ അടൂർ ഫാസി മരിച്ച വാർത്ത, നസീർ മരിച്ച വാർത്ത, ഗാന്ധിജി മരിച്ച വാർത്ത, ടൈറ്റാനിക് മറിഞ്ഞ വാർത്ത, ഇപ്പൊ കപ്പലപകടമൊക്കെ വരുമ്പോഴേ 1912 ടൈറ്റാനിക് മറിഞ്ഞ വാർത്ത പത്രത്തിൽ വന്ന ആ പത്രക്കട്ടിങ് അങ്ങനെ 2000-ഓളം പത്രം ഇങ്ങനെ എടുക്കുക അല്ലെ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് അവിടെ പട്ടികയിൽ നിൽക്കും. പിന്നെ ആദ്യത്തെ ഇലക്ഷൻ ബോക്സ്, അപ്പൊ ഇലക്ഷൻ ബോക്സ് എന്താണെന്നൊക്കെ കുറിച്ചുള്ളതുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നാലേ പറഞ്ഞേ, ഈ സിനിമയുടെ കുറെ സാധനങ്ങളുണ്ട് കേട്ടോ, സിനിമയുടെ അവാർഡുകൾ, സിനിമ ഇത് മറ്റേ മുരശ് എന്ന് പറയും, മുരശ് അടിക്കാനുള്ള സാധനങ്ങൾ. പിന്നെ ഈ ശില്പത്തിനൊക്കെ ഒരുപാട് പ്രത്യേകത ഉണ്ട്. ഇതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഒരു ഉടലും ഒരു തലയും 5 ഉടലും, അതെങ്ങനെ കണ്ടാലും അതുപോലെ വരും. പിന്നെ പത്രങ്ങളാകട്ടോ, ഹിറ്റ്ലർ മരിച്ച വാർത്ത, മെയിൽ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പത്രത്തിൽ വന്നാണ് എല്ലാ വാർത്തകളും, എഡിസന്റെ മരണ വാർത്ത, ഒരുപാട് വാർത്തകൾ. പിന്നെ ഈ ഇപ്പൊ പ്രതിനെ നമ്മളെ ഇപ്പൊ ഈ മൊബൈലൊക്കെ കാണുമ്പോ കുട്ടികൾക്ക് അറിയത്തില്ല,
ഇപ്പൊ ടെലഗ്രാമിന്റെ ആണ് തുടക്കം. ആ ടെലഗ്രാമിന്റെ എങ്ങനെയാന്നുള്ളത് വരെ ഇതിനകത്തുണ്ട്. ഇതിനകത്ത് വന്ന് ഇവിടെ കാണാൻ പറ്റും. പിന്നെ നെൽവിത്തുകളെ ഒരു 140ഓളം നെൽവിത്തുകൾ നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ നെൽവിത്തുകൾ 140 കൂടുതൽ നെൽവിത്തുകളുണ്ട് നമ്മുടെ എല്ലാ പേര് സഹിതം എഴുതി വെച്ചിട്ടുണ്ട്. അത് കേടാവില്ലല്ലേ? ഇല്ല, അത് കേടാവാതിരിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്തു വെച്ചേക്കുന്നത്. പിന്നെ നമ്മൾ ഓരോ കിലോ ഓരോരുത്തർക്ക് കൊടുത്താൽ 2 കിലോ തിരിച്ചു തരണം. ആ രീതി നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഇതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. ഇതിനകത്ത് ഒരാളുണ്ട്, നമ്മളത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആളെ കാണാൻ പറ്റും, ലാലേട്ടൻ അല്ലേ? അതേപോലെ മോദിജിയുടെ ഉണ്ട്. പിന്നെ ഒരു സംഭവം, ഇത് ഇറക്കത്തി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഇറക്കത്തി വെച്ച് കഴിഞ്ഞാൽ അത് കയറ്റത്തിലോട്ട് പോകും. വേറെ ഒന്നുമില്ല കേട്ടോ, ബാറ്ററിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു തടിയാണ്, അതിന്റെ നിർമ്മിതിയുടെ ആ ഒരു പ്രത്യേകതയാണ്. ഇത് ഇങ്ങനെ വെച്ചാൽ ഇങ്ങോട്ട് ഓടിപ്പോകും. പിന്നെ മനോരമയുടെ ആദ്യ പത്രം, മനോരമയുടെ ആദ്യ പത്രം ഇത് മലയാള മനോരമയുടെ ആദ്യത്തെ പത്രമാണ് ഇത്. ഇത് 1890 മാർച്ച് 22 പറഞ്ഞ ഇതേ അടിപൊളി ഒരു പത്രം, അന്നത്തെ പത്രം. അപ്പൊ ഇവര് വരുമ്പോഴേ പറഞ്ഞേ, ഇപ്പൊ ആർട്ട് കാണാമെങ്കിൽ ആർട്ട് കാണാം, ഏത് മേഖല വേണമെങ്കിൽ നൂലിൽ നിൽക്കുന്നതാണ്. വേറെ ഒന്നുമില്ല, 3 നൂലാണ്. ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് അവിടെ നിൽക്കും. ഇതൊക്കെ നമ്മുടെ ഡയൽ കേരള തന്നെ മില്ലിന് അടിച്ചതാ. പിന്നെ തേപ്പൂട്ടി, മണ്ണെണ്ണയിൽ പ്രവർത്തിക്കുന്ന തേപ്പൂട്ടി. അങ്ങനെ ഒരുപാട് കൗതുകമുള്ള കാഴ്ചകൾ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് 1 രൂപ മുടക്കില്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം കണ്ടിട്ട്. ഇപ്പൊ ഇത് കണ്ടത് ഏകദേശം വളരെ തുച്ഛമായിട്ടുള്ള സമയം കൊണ്ട് ഇത്രയും കണ്ടത്. ഇതൊരു 5 മണിക്കൂറെങ്കിലും വേണം അത്യാവശ്യം കാണാൻ, കണ്ട് തീർക്കാൻ. പിന്നെ സ്കൂളുകാർക്കും കോളേജുകാർക്കും അല്ലാതുള്ളവർ ആർക്ക് വേണമെങ്കിലും, സ്കൂളിലെ കുട്ടികളൊക്കെ 300, 200 ഒക്കെ കുട്ടികൾ വരും. ഒരു പൈസ ഇല്ലാതെ കാണാൻ പറ്റും, അവർക്ക് എല്ലാം കാണാൻ പറ്റും. ഇതുപോലെ 2 എൻട്രൻസ് ഉണ്ടല്ലേ? അതെ, ഇവിടെ വീട്ടുപേരൊക്കെ എഴുതിയിട്ടുണ്ട്, വിളയിൽ പുത്തൻ വീടെന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ കയറാൻ പറ്റും വീടിനകത്തേക്ക്. ഇത് പഴയ വീടിന്റെ ആദ്യത്തെ എൻട്രൻസ് ഇതായിരുന്നു, പിന്നെ അപ്പുറത്തോട്ടാക്കിയത്. ഇവിടെ മൊത്തം ഒരു മരവും ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ പ്രതിനെ ഇത് കൂടാതെ റോഡിലും ചെടിയാ. ഇവിടെ ഒക്കെ ചെടിയുണ്ട്. ഈ റോഡ് സൈഡും ഫുള്ള് ചെടി വെച്ചേക്കുവാണ്. ഇതൊക്കെ ഔഷധ ചെടികളാണ്. മേളത്ത് നിറഞ്ഞു. അതെ, അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങോട്ടാക്കിയത്. സത്യത്തിൽ ഇത് വീടാണെന്ന് ചോദിച്ചാൽ വീടല്ല, കാടാണ്. കാടാണെന്ന് ചോദിച്ചാൽ കാടല്ല, വീടാണ്. രണ്ടും കൂടി ചേർന്നാണ്. പ്രകൃതിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, പ്രകൃതിയെ സംരക്ഷിക്കുന്ന, ആയുർവേദത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, അല്ലെ, ഒരുപാട് പുരാവസ്തുക്കളൊക്കെ സ്വന്തമായിട്ട് ശേഖരിച്ച് വെച്ച് അത് സൗജന്യമായിട്ടാണ് എല്ലാവർക്കും കാണാനായിട്ടുള്ള അവസരം ഒരുക്കുന്നത്. സന്തോഷം കേട്ടോ. അപ്പൊ എല്ലാവിധ ആശംസകളും. തീർച്ചയായിട്ടും സന്തോഷം. ഇത് സ്ഥലം ഒന്ന് പറഞ്ഞേ. സ്ഥലം എന്ന് പറഞ്ഞാൽ എവിടെയാണ് കറക്റ്റായിട്ട്? ഇത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ അടൂര് വന്നിട്ട് ശിലാ മ്യൂസിയം എന്ന് നിങ്ങൾ എവിടെ ഇന്ന് ഗൂഗിൾ മാപ്പിൽ അടിച്ചാലും ഇവിടെ വരാൻ പറ്റും.